വെൽക്കം ടു IPL ന്യൂസ്. ഓരോ കളി കഴിയുന്തോറും ചെന്നൈ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. നിസ്സാരമായി ജയിക്കാവുന്ന ടോട്ടൽ പോലും ചെന്നൈ ബാറ്റ്സ്മാൻമാർക്ക് ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിന് തെളിവാണ് ചെന്നൈ ഡൽഹി മാച്ച്. ഈ കളിയിൽ ഡൽഹി ജയിച്ചത് 25 റൺസിനായിരുന്നു. ധോണി ഉൾപ്പെടുന്ന സംഘം ഒരു രീതിയിലും കളി വിജയിപ്പിക്കാൻ ശ്രമിച്ചതേയില്ല. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി KL രാഹുലിന്റെ വെടിക്കെട്ടിനൊപ്പം പോറൻ, സ്റ്റബ്സ് എന്നിവരുടെ മികച്ച ബാറ്റിങ്ങിലൂടെ 183 എന്ന ടോട്ടൽ എത്തുകയായിരുന്നു. മിന്നും ഫോമിലാണ് രാഹുൽ ബാറ്റ് ചെയ്തത്. ഈ ഫോം തുടർന്നാൽ ഇന്ത്യൻ ടീമിനും അത് ഗുണം ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. 183 ചേസ് ചെയ്യാൻ ഇറങ്ങിയ ചെന്നൈ ബാറ്റ്സ്മാൻമാർ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് ഉൾപ്പെടെ എല്ലാവരും ഒന്നിനൊന്ന് പരാജയ ഇന്നിംഗ്സ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഗെയ്ക്വാദിന് പിന്നാലെ വന്ന വിജയ് ശങ്കർ നല്ലൊരു ടെസ്റ്റ് ഫോർമാറ്റിലായിരുന്നു ബോളുകളെ നേരിട്ടത്. കൂനിന്മേൽ കുരു എന്ന് പറയും പോലെ പിന്നാലെ വന്ന ധോണിയും മികച്ചൊരു ടെസ്റ്റ് ആയിരുന്നു കളിച്ചത്. ചെന്നൈയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഒരു നിമിഷം തോന്നിപ്പോയി, ധോണി അല്ലാതെ മറ്റൊരു ക്യാപ്റ്റനും ചെന്നൈക്ക് കപ്പ് അടിക്കാൻ പാടില്ല എന്ന മനോഭാവം ഉള്ളിലുള്ള പോലെ. അന്ധമായ ആരാധകരെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം അവസാനം ഒരു 6 അടിക്കുകയും ചെയ്തു ധോണി. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് ആ 6 അനുഭവപ്പെട്ടത്. ഈ വിജയത്തോടു കൂടി ഡൽഹി 1ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. 51 ബോളിൽ 77 റൺസ് എടുത്ത രാഹുലായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. 1ാം സ്ഥാനക്കാരായ പഞ്ചാബും രാജസ്ഥാനും തമ്മിലുള്ള മത്സരം എടുത്തു പറയേണ്ടതാണ്. തുടർ പരാജയങ്ങൾ നേരിട്ട രാജസ്ഥാനെ രക്ഷിക്കാൻ എത്തിയ ഹീറോ ആയിരുന്നു സഞ്ജു. തങ്ങളുടെ ക്യാപ്റ്റനായി തന്നെ മടങ്ങിയെത്തിയതിന്റെ ആവേശം ടീം പ്ലെയേഴ്സിനും ഉണ്ടായിരുന്നു. രാജസ്ഥാൻ പഞ്ചാബിനെ തോൽപ്പിച്ചത് 60 റൺസിനായിരുന്നു. വമ്പൻ ഫോമിലായിരുന്നു പഞ്ചാബ്. ഈ തോൽവിയോടുകൂടി അവർ 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ജയ്സ്വാളിന്റെയും സാംസന്റെയും മികച്ച വെടിക്കെട്ട് ബാറ്റിംഗിലൂടെയാണ് തുടക്കം കുറിച്ചത്. പരാഗും ഹിറ്റ്മെയറും ഗംഭീര ഫിനിഷിംഗ് നൽകിയതോടുകൂടി രാജസ്ഥാന്റെ സ്കോർ 205 എത്തി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബ് പ്രതീക്ഷിക്കാത്തതാണ് സഞ്ജു ഒരുക്കി വെച്ചിരുന്നത്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു കൂട്ടിയ ബൗളറായ ആർച്ചറിനെ കൊണ്ട് തന്നെ പഞ്ചാബിന്റെ നായകൻ ശ്രേയസിന്റെ സ്റ്റെമ്പ് തെറിപ്പിച്ചു. കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി കളിച്ച വധേരയും മാക്സ്വെല്ലും പൊരുതിയെങ്കിലും സഞ്ജുവിന്റെ ക്യാപ്റ്റൻ മികവിൽ അവർ നിലതെറ്റി വീണു. സഞ്ജു ക്യാപ്റ്റനായി വരവറിയിച്ചിരിക്കുന്നു. ഈ കളിയിലൂടെ ആർച്ചറിൽ സഞ്ജുവിന്റെ വിശ്വാസം അത് എടുത്തു പറയേണ്ടതാണ്. അതിന് പകരമായി ആർച്ചർ തന്റെ ആദ്യ ബോളിൽ തന്നെ പ്രിയനേഷ് ആര്യയുടെ സ്റ്റെമ്പ് പിഴുതാണ് രാജസ്ഥാനെ ആർച്ചർ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. 4 ഓവറുകൾ അവസാനിക്കുമ്പോൾ 25 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റാണ് ആർച്ചർ നേടിയത്. പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തതും ആർച്ചറിനെ തന്നെയാണ്. ഇനി ഇന്നലത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കാവ്യമാരന്റെ ഓറഞ്ച് പട ഓരോ കളി കഴിയുന്തോറും തകർന്നടിയുകയാണ്. ഈ സീസണിലെ ഇതുവരെയുള്ള ഒരു പ്രത്യേകതയായി കണ്ടതും വമ്പൻ ടീമുകളായ ചെന്നൈ, മുംബൈ, ഹൈദരാബാദ് ഇവരെല്ലാം ഓരോ കളി കഴിയുന്തോറും പോയിന്റ് പട്ടികയിൽ അവസാനത്തിലേക്ക് തള്ളപ്പെടുകയാണ്. മാച്ചിലേക്ക് വരികയാണെങ്കിൽ വമ്പൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുള്ള ഹൈദരാബാദ് ആണ് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയത്. അഭിഷേക് ശർമ്മ, ഹെഡ്, ക്ലാസൻ, ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി ഒന്നിനൊന്ന് അക്രമകാരികളായ ബാറ്റ്സ്മാൻമാർ. എന്നാൽ 20 ഓവർ അവസാനിക്കുമ്പോൾ 152 റൺസ് മാത്രമാണ് ഹൈദരാബാദിന് നേടാനായത്. ഇത്രയും മികച്ച ബാറ്റിംഗ് ലൈനപ്പുള്ള ഹൈദരാബാദിനെ എറിഞ്ഞൊതുക്കിയത് ഒരേ ഒരാളാണ്, മുഹമ്മദ് സിറാജ്. ഓപ്പണേഴ്സ് ഉൾപ്പെടെ 4 വിക്കറ്റുകളാണ് സിറാജ് എറിഞ്ഞിട്ടത്. ഓരോ കളികൾ കഴിയുന്തോറും സിറാജിന്റെ ബൗളിങ്ങിന്റെ മൂർച്ച കൂടിക്കൂടി വരികയാണ്. RCB ഒരു പക്ഷേ തങ്ങൾക്ക് പറ്റിയ പിഴവ് ആലോചിച്ചിരിപ്പുണ്ടാവും. മറുപടി ബാറ്റിംഗ് നിറഞ്ഞ ഗുജറാത്ത് ഫോമിലായിരുന്ന സായി സുദർശന്റെ വിക്കറ്റ് ആദ്യമേ നഷ്ടപ്പെട്ടു. പിന്നാലെ വന്ന ജോസ് ബട്ട്ലറും കമിൻസിന്റെ പന്തിൽ വീണു. അപ്പോഴും ക്യാപ്റ്റൻ ഗില്ലിന്റെ ചെറുത്തുനിൽപ്പിൽ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു ഗുജറാത്ത്. 43 പന്തിലാണ് 61 റൺസ് ഗിൽ അടിച്ചു കൂട്ടിയത്. ഒപ്പം വാഷിംഗ്ടൺ സുന്ദറിന്റെ 49 റൺസും ഇമ്പാക്ട് പ്ലെയറായി വന്ന റൂദർഫോർഡിന്റെ വെടിക്കെട്ടും അനായാസം 16ാം ഓവറിൽ ഗുജറാത്തിനെ വിജയ തീരത്തേക്ക് എത്തിച്ചു. ഇത്ര ബാറ്റിംഗ് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് 4 വിക്കറ്റുകൾ പിഴുത സിറാജിനെയായിരുന്നു. ഇന്നത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ RCB മുംബൈയുമാണ് ഏറ്റുമുട്ടുന്നത്. ഈ സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ RCBക്ക് തന്നെയാണ് മുൻതൂക്കം. പാണ്ഡ്യ തന്റെ തെറ്റിൽ നിന്ന് പഠിക്കുകയും തന്റെ അഹങ്കാരം മാറ്റിവെക്കുകയും ചെയ്താൽ മുംബൈക്ക് ശക്തമായി തന്നെ ഈ സീസണിലേക്ക് തിരിച്ചു വരാനാകും. ഏതു തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാവുന്ന ബാറ്റിംഗ് ബോളിംഗ് ലൈനപ്പ് മുംബൈക്കുണ്ട്. രോഹിത് ശർമ്മയും തിലക് വർമ്മയും ബാറ്റിംഗിൽ താളം കണ്ടെത്തിയാൽ അവർക്ക് സ്കോർ ബോർഡിൽ റൺമല എഴുതി ചേർക്കാനാവും. RCBയുടെ ബാറ്റിംഗ് നിരയും ശക്തരാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായ വിരാട് കോഹ്ലി, പടിദാർ, ടിം ഡേവിഡ്, ലിവിങ്സ്റ്റൺ ഏത് ടോട്ടൽ ചേസ് ചെയ്യാൻ പറ്റുന്ന നിര തന്നെയാണ്. ഈ 2 മികച്ച ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഒരു മികച്ച IPL അനുഭവം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും.